കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ICU ആംബുലൻസ് അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് 2 മാസങ്ങൾ പിന്നിടുന്നു. വാഹനത്തിന്റെ പണി പൂർത്തീകരിച്ച ആശുപത്രിയിൽ തിരികെ എത്തിച്ച് പ്രവർത്തനം ആരംഭിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഈ ICU ആംബുലൻസിന്റെ സേവനം ആവശ്യമായ നിരവധി പേരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച ICU ആംബുലൻസാണ് 2 മാസത്തോളമായി വർക്ക്ഷോപ്പിൽ കിടക്കുന്നത്. വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗവുമായി ബന്ധപ്പെട്ടുണ്ടായ തകരാറാണ് കാരണമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടുള്ള എസ്റ്റിമേറ്റ് വർക്ക്ഷോപ്പ് അധികൃതർ ആശുപത്രി അധികൃതർക്ക് നൽകണം. തുടർന്ന് ഈ എസ്റ്റിമേറ്റ് ആരോഗ്യവകുപ്പിലേക്ക് അയച്ച് തുക അനുവദിപ്പിക്കണം. ഈ പ്രവർത്തനങ്ങളെല്ലാം ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് അറിയുവാനും കഴിയുന്നത്. ICU ആംബുലൻസിനെ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന നിരവധി ആളുകളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നതും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നതായി ആളുകൾ പറയുന്നുണ്ട്. 2-3 മാസത്തോളമായി നിലവിൽ ഇടുക്കി താലൂക്ക് ഹോസ്പിറ്റലിൽ ആംബുലൻസിന്റെ സേവനം ലഭ്യമല്ല. നമുക്കറിയാം, ഇവിടെ എത്തുന്ന ആളുകൾ വളരെ പാവപ്പെട്ട ആളുകളാണ്. നിലവിൽ ഈ ആംബുലൻസ് നന്നാക്കുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിനോ ഹോസ്പിറ്റലിന്റെ മേലധികാരികളോ അല്ലെങ്കിൽ നഗരസഭയോ അതിനുചിതമായ നിലയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നില്ല. അതിലൂടെ ഉണ്ടാകുന്ന വലിയൊരു കച്ചവടം എന്ന് പറയുന്നത് നമുക്കറിയാം, കട്ടപ്പനയിൽ നിരവധിയായ സ്വകാര്യ ആംബുലൻസുകളാണ് നിരവധിയായിട്ടുള്ളത്. ഈ ആംബുലൻസുകളെ സഹായിക്കാൻ വേണ്ടിയാണോ മനഃപൂർവ്വം ഈ താലൂക്ക് ഹോസ്പിറ്റലിലെ ആംബുലൻസുകൾ യഥാസമയം ഹോസ്പിറ്റലിന് ഗുണകരമാകുന്ന നിലയിലേക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നതെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു ആംബുലൻസ് ശബരിമല ഡ്യൂട്ടിക്കായി കൊണ്ടുപോയി. ഈ ആംബുലൻസ് 15 വർഷം കഴിഞ്ഞ വാഹനമാണ്. ഇനി തുടർന്നുള്ള നാളുകളിൽ ഇതിന്റെ ഫിറ്റ്നസ് ലഭിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ദിനംപ്രതി നിരവധി രോഗികൾ എത്തുന്ന കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലാണ് ആംബുലൻസിന്റെ സേവനം നിലവിൽ ലഭ്യമാകാതിരിക്കുന്നത്. ആദിവാസി മേഖലകളിൽ നിന്നും തോട്ടമേഖലകളിൽ നിന്നും ഉൾപ്പെടെ നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ഏക ആശുപത്രിയാണ് ഇത്. അടിയന്തരമായി ആംബുലൻസിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സേവനം പുനരാരംഭിക്കണം എന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.